ഹായ്, ഇറ്റ്സ് മി ഷഫീഖ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റേജ് ഭയം എങ്ങനെ മറികടക്കാം അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇന്ന് ഒരു പ്രസംഗം ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം, അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ചേരുവകളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രസംഗം എന്നത് ജന്മസിദ്ധമായിട്ടുള്ളൊരു കഴിവല്ല, നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെയും പരിശീലനത്തിലൂടെയും ആർക്കും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സ്കില്ലാണ്, ഒരു കഴിവാണ് പ്രസംഗകല. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു 4 Pയെ കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നു. അതിലൊന്നാമത്തെ P എന്ന് പറയുന്നത് പ്ലാനാണ്. ഒരു പ്രസംഗം ചെയ്യുന്നതിന് മുമ്പ് വ്യക്തമായൊരു പ്ലാന് വേണം. ആ പ്ലാനിൽ എന്തെല്ലാം ഉൾപ്പെടുത്താം? നോ യുവർ ഓഡിയൻസ്. അതായത് നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ കേൾക്കാൻ വരുന്ന ഓഡിയൻസ് ഏത് കാറ്റഗറിയിലുള്ളതാണ് എന്ന് നമുക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാവണം. കുട്ടികളാണോ, മുതിർന്നവരാണോ, ആ രീതിയിലൊക്കെ ഏത് തരം ഓഡിയൻസാണ് എന്നുള്ളത് വ്യക്തമായൊരു ധാരണ വേണം. നോ യുവർ ഓഡിയൻസ്, ഓഡിയൻസിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയണം. സെലക്ട് ദ ടോപ്പിക്. ഓഡിയൻസിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമാണ് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ അതിൽ നല്ല കണ്ടൻറ്റുകൾ ചേർക്കുക എന്നുള്ളതാണ്. അതിന് സമയമെടുക്കും. പുസ്തകങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റ് മഹാന്മാരുടെ ഏതെങ്കിലും കോഴ്സുകളോ അതല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിൽ നിന്നോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്യുക. ഓഡിയൻസിനെ അറിഞ്ഞിട്ട് അതിനനുസരിച്ച് ടോപ്പിക്ക് സെലക്ട് ചെയ്ത് അതിനനുസരിച്ച് കണ്ടൻറ്റ് ഡിസൈൻ ചെയ്തിട്ട് ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ടാവുക. വെറുതെ ഒരു പ്രസംഗം പോയി ചെയ്യലല്ല. കേൾക്കുന്ന ആളുകൾക്ക് നമ്മുടെ പ്രസംഗത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നാളെ മുതൽ അവർ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം. ആ രീതിയിലുള്ള പ്രസംഗമായിരിക്കണം. വെറുതെ പോയി പ്രസംഗിക്കുക എന്നതിന് പകരം നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റണം. അതാണ് പ്ലാനിൽ. ഓഡിയൻസിനെ അറിയണം, അതിനനുസരിച്ച് ടോപ്പിക്ക് സെലക്ട് ചെയ്യണം, അതിനനുസരിച്ച് കണ്ടൻറ്റ് ഡിസൈൻ ചെയ്യണം, വ്യക്തമായൊരു സന്ദേശം ഡെലിവറി ചെയ്യാൻ പറ്റണം നിങ്ങളുടെ പ്രസംഗങ്ങളിലൂടെ. അപ്പോൾ അതാണ് പ്ലാനിൽ വരുന്ന കാര്യങ്ങൾ. രണ്ടാമത്തെ P, പ്ലാൻ നമ്മൾ പറഞ്ഞു, ഫസ്റ്റത്തെ P. രണ്ടാമത്തെ P എന്ന് പറയുമ്പോൾ പ്രിപ്പറേഷൻ. നല്ല പ്രിപ്പറേഷൻ ഉണ്ടാവണം. എത്ര ചെറിയ പ്രസംഗമായാലും എത്ര വലിയ പ്രസംഗമായാലും നമ്മൾ കേൾക്കുന്നത് ആരായിക്കോട്ടെ, നമ്മൾ കൃത്യമായൊരു പ്രിപ്പറേഷൻ വേണം. അപ്പോൾ പ്രിപ്പറേഷനിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും? അതിൽ ഒരു പ്രസംഗം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രസംഗത്തെ 3 പാർട്ടാക്കി തിരിക്കുക. അതിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ പവർഫുൾ ഓപ്പണിംഗ് ആണ്. ഒരു പ്രസംഗം പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങില്ല. ആ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് നല്ലൊരു കഥ പറഞ്ഞുകൊണ്ട് ഒരു പ്രസംഗം തുടങ്ങുകയാണെങ്കിൽ ഓഡിയൻസിൻ്റെ അട്രാക്ഷൻ കൊണ്ടുവരാൻ സാധിക്കും. കഥ ഇഷ്ടപ്പെടാത്തവരാരുമില്ല. അപ്പോൾ പരമാവധി കഥകളൊക്കെ ഉൾപ്പെടുത്താൻ നോക്കുക. പവർഫുൾ ഓപ്പണിംഗ്, അതല്ലെങ്കിൽ കവിതാ ശകലങ്ങൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഉദ്ധരണികൾ, ഏതെങ്കിലുമൊക്കെ മഹാന്മാരുടെ ഉദ്ധരണികൾ വെച്ചുകൊണ്ട് നമുക്ക് പ്രസംഗം തുടങ്ങാൻ സാധിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഓഡിയൻസിനോട് ചോദ്യം ചോദിച്ചിട്ട് തുടങ്ങാം. ഇതൊക്കെ ഈ ഓഡിയൻസിനായിട്ട് നമ്മളൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനാണ് അത് സാധിക്കും. ഓഡിയൻസിൻ്റെ അട്രാക്ഷൻ നമ്മളിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല, ഓഡിയൻസുമായിട്ട് നല്ലൊരു റിലേഷൻ, നല്ലൊരു കണക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ ഭാഗം പവർഫുൾ ഓപ്പണിംഗ് ആണ്. പിന്നെ മെയിൻ ബോഡി, അതായത് ആ പ്രസംഗത്തിൻ്റെ കാമ്പ് എന്ന് പറയും. ആ പ്രസംഗത്തിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മെയിൻ ബോഡിയാണ്. അപ്പോൾ അത് നമ്മൾ പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ട് ഓൾറെഡി പറയാൻ തയ്യാറായിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. മൂന്നാമത്തത് ക്ലോസിംഗ് ആണ്. ഈ ക്ലോസിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതുവരെ പറഞ്ഞ ഭാഗങ്ങൾ ഒന്ന് ചുരുക്കി പറയുക. അതിൽ കോൾ ഫോർ ആക്ഷൻ ഉണ്ടാവുക. അതായത് ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നാളെ മുതൽ നിങ്ങളിതൊക്കെ ചെയ്തു തുടങ്ങുക. അപ്പം ഞാൻ ഈ വീഡിയോ
അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതൊരു കോൾ ഫോർ ആക്ഷനാണ്. ചാനൽ ലൈക്ക് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു കോൾ ഫോർ ആക്ഷൻ്റെ ഭാഗമാണ്. അതുപോലെ പ്രസംഗത്തിൽ നമ്മൾ ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പ്രസംഗം കിട്ടിയ 3 ഭാഗമാക്കി തിരിക്കുക. അതിൽ പവർഫുൾ ഓപ്പണിങ്, മെയിൻ ബോഡി, ക്ലോസിങ്. അപ്പോൾ ഇതാണ് പ്രിപ്പറേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ പി എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. പ്രാക്ടീസിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. നമുക്ക് പ്രസംഗ പരിശീലന ക്ലാസ്സുകളിൽ പങ്കെടുക്കാം, ടോസ്റ്റ് മാസ്റ്റേഴ്സ് പോലുള്ള ക്ലബ്ബുകളിൽ പങ്കെടുക്കാം, അതല്ലെങ്കിൽ മൊബൈലിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് കേട്ട് നോക്കാം, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സംസാരിച്ച് പഠിക്കാം. അങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം ഉണ്ടാവും. ഒരുപക്ഷെ നമുക്ക് പ്രസംഗിക്കാൻ ഒരു 15 മിനിറ്റ് 20 മിനിറ്റൊക്കെയാണ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് സംസാരം അവസാനിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രാക്ടീസിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. മിററിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എത്രത്തോളം നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ നമുക്ക് അത്രത്തോളം പെർഫെക്റ്റായിട്ട് നമുക്കവിടെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നുണ്ട്. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ പ്രസംഗം മനോഹരമാവും. നാലാമത്തെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റേഷൻ. നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക, ആത്മവിശ്വാസത്തോടു കൂടി പ്രസൻറ്റ് ചെയ്യുക. അതിനുശേഷം ആളുകളിൽ നിന്ന് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമ്മുടെ പ്രസംഗം എത്രത്തോളം മനോഹരമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ 4 പി നിങ്ങൾ ഒരു പ്രസംഗം ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രസംഗം മനോഹരമാവും.